പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ദേവബാലയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അഭിഷേക്. ഇതിന്റെ ഭാഗമായി ജയറാമിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ജയറാമിനോട് തനിക്ക് ആവശ്യമുള്ള കാര്യം തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന അഭിഷേക് തന്നെ സഹായിക്കുന്നതിനായി കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ജയറാമൻ തൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ ആ ദേവബാലയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അവളെ ഒഴിവാക്കിയാൽ പിന്നെ എനിക്ക് ഇഷയെ വിവാഹം കഴിക്കാൻ സാധിക്കും. ഇഷയെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റുകയാണ് എങ്കിൽ എനിക്ക് മാത്രമല്ല അച്ഛനും ഉപകാരമുണ്ടാകും. അയാളുടെ ബിസിനസ് കാര്യങ്ങളെ പറ്റി അച്ഛന് നല്ല ധാരണയുണ്ടല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് നീ എൻ്റെ മകൻ തന്നെയാടാ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് അഭിഷേകിന്റെ അച്ഛനായ ജയറാമൻ. ഇതേ തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് അഭിഷേക് ആവശ്യപ്പെടുന്നു. ഒടുവിൽ ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ അഭിഷേകിന്റെ അച്ഛൻ. ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാവുകയായി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവബാലയും അച്ഛനും. തൻ്റെ അച്ഛൻ തൻ്റെ കൂടെ തന്നെ ഇവിടെ താമസിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അഭിഷേക്. മാത്രവുമല്ല ആരെതിർത്തിട്ടും ഇതിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ഇതോടെ ദേവബാല എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നു. എന്നാൽ എൻ്റെ മകൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കും, അതിന് നിന്റെ അവകാശമൊന്നും എനിക്ക് വേണ്ടടി, മാറി നിക്കടി എന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ. ഇതോടെ ദേവരാജനും ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചവനാണ് അയാൾ. അയാളെ എങ്ങനെയാണ് വീട്ടിൽ നിർത്തുക എന്നുള്ള ചോദ്യം മുൻപിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് അഭിഷേകിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ദേവരാജനും എത്തുന്നു. പക്ഷേ ദേവരാജനോട് എൻ്റെ തീരുമാനം ഉറച്ചതാണ്, ഞാൻ ഇതിൽ ഇനിയൊരു കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭിഷേക്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവബാലയുടെ അച്ഛനായ ദേവരാജനെ. ഇതേ തുടർന്ന് അയാൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് മനഃപൂർവ്വമാണ് അഭിഷേക് എന്നുള്ള കാര്യം അയാൾ പറഞ്ഞതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അഭിഷേക്. നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനിത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മനോഭാവം തന്നെയാണ് എനിക്ക്. ഞാൻ അതിനു വേണ്ടി പോരാടുക തന്നെ ചെയ്യും. ഒരു വിട്ടുവീഴ്ചയും ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. തിരികെ എത്തിയ അഭിഷേകിന്റെ അച്ഛനെ മെരുക്കുന്നതിനായി ദേവബാല മുന്നോട്ട് വന്നതിനെ തുടർന്ന് ഞാനും വിട്ടുകൊടുക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഭിഷേകിന്റെ അച്ഛൻ. നിന്നെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വലിച്ചെറിയും, പിഴുതുകളയും. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിന് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാല നിങ്ങളെ ഞാൻ കൊല്ലും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അയാൾ എന്തിനും ഞാൻ തയ്യാറാണ്, എനിക്ക് യാതൊരു പേടിയും ഇല്ല, ഞാൻ നിന്നെ ഒഴിവാക്കി എൻ്റെ മകനെ കൊണ്ട് ഇഷയെ വിവാഹം കഴിപ്പിക്കും.
അത് തന്നെയാണ് എൻ്റെ മനസ്സിലിരിപ്പ്. നിന്നോട് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയാണ്. ഇതേ തുടർന്ന് ദേവബാല എങ്ങനെയാണ് അയാളെ ഒഴിവാക്കേണ്ടത് എന്ന് ആലോചിക്കുന്നു. ഇതിനിടയിൽ അഭിഷേക് സോഹനെ ചെന്ന് കാണുകയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ സൂക്ഷിച്ചില്ല എങ്കിൽ ജയറാമിനും നമുക്ക് തിരിച്ചടിയാകും. ആ കാര്യം പറയുകയും അതുകൊണ്ട് തന്നെ ഇനി പ്ലാനിങ്ങുകൾ വളരെ ശ്രദ്ധിച്ചു വേണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സോഹൻ. ഇതോടെ പുതിയ നീക്കങ്ങൾ നടത്തുകയായി അഭിഷേക്. ഇതിനിടയിലാണ് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് റാം മോഹൻ കൊണ്ടുപോകുന്നത്. തൻ്റെ ലക്ഷ്യസ്ഥാനം കാണുകയാണ് എന്ന് ഇതോടെ തിരിച്ചറിയുന്ന രാഹുൽ നീനയെ ഇനി മെരുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നത് നീനയ്ക്ക് തിരിച്ചടി ആയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.